ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ കിരൺ ക്രിസ്റ്റിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ പറഞ്ഞതിനേക്കാളും ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. എവിടെയാണ് പഠിച്ചതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, സർ ഞാൻ പഠിച്ചതൊക്കെ അമേരിക്കയിലാണ്, പക്ഷേ ഞാൻ പഠിച്ചതൊക്കെ റഷ്യയിലാണ്, പക്ഷേ വർക്ക് ചെയ്തത് ഫുള്ളും അമേരിക്കയിലും ഗൾഫിലൊക്കെ ആയിട്ടാണ്. എല്ലാ ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റിലുണ്ട് സർ, ഞാൻ കണ്ടിരുന്നു. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഈ കമ്പനിയുടെ ശരിക്കുള്ള MD എൻ്റെ ഭാര്യയാണ്, കല്യാണി. അവൾ ഓക്കെ പറഞ്ഞാൽ മാത്രമേ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്ന് കല്യാണി വിളിച്ച് ചോദിക്കട്ടെ, ക്രിസ്റ്റി ഒന്ന് പുറത്തേക്ക് ഇരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അല്ല സർ, റിസൾട്ട് ഇപ്പം തന്നെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാണ്ട് 10 മിനിറ്റ് ഞാൻ കല്യാണിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് ക്രിസ്റ്റീനെ അറിയിക്കാം എന്ന് പറയണം. ശരി സർ എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റി അവിടെ നിന്ന് പോവുകയാണ്. കിരണിനെ നോക്കി വായിൽ വെള്ളം ഇറക്കിക്കൊണ്ട് പോവാട്ടോ അവിടെ നിന്ന്. അതിനുശേഷം കിരൺ നമ്മുടെ കല്യാണിനെ ഫോൺ വിളിക്കുവാണ്. കല്യാണി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ കിരണേട്ടാ, എന്താ ചോദിക്കുമ്പോഴേക്കും, അതെ നമ്മൾ പറഞ്ഞ ഇതനുസരിച്ച് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് ക്രിസ്റ്റി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. എങ്ങനെയുണ്ട് പെൺകുട്ടി? കുറച്ച് മോഡേൺ ആണ്, പക്ഷെ നമ്മൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, കുറച്ച് സ്മാർട്ടാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ, എങ്കിലും അപ്പോയിൻറ്റ് ചെയ്തോ കിരണേട്ടാ, കാരണം നമുക്ക് അങ്ങനത്തെ കുട്ടികളല്ലേ വേണ്ടത്. എന്നാലും താനും കൂടി വന്നിട്ട് ചെയ്താൽ പോരെ? വേണ്ട വേണ്ട, കിരണേട്ടൻ ഒന്ന് സ്മാർട്ടാണെന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും, അതുകൊണ്ട് ആ കുട്ടീനെ എന്തായാലും സെലക്ട് ചെയ്തോളൂ എന്ന് പറയാണ്. ശരി കല്യാണി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാട്ടോ കിരണം. അതിനുശേഷം കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ ഒരു റെസ്റ്റോറൻറ്റിൽ ക്രിസ്റ്റീനെയും കാത്ത് അങ്ങനെ നിൽക്കുവാട്ടോ. അപ്പോൾ ക്രിസ്റ്റി വരുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ എന്ന് രാഹുൽ ചോദിക്കുമ്പോഴേക്കും ക്രിസ്റ്റി പറയുന്നുണ്ട്, എന്നെ സെലക്ട് ചെയ്തു, നാളെ മുതൽ ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം, അതെന്തായാലും കൊള്ളാം. അല്ല സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് എന്തിനാ ഈ കിരണിനെ വേർപെടുത്തണമെന്ന് പറഞ്ഞത്? അതോ അവരെ വേർപെടുത്തുന്നത് അത് നിസ്സാര കാര്യമൊന്നുമല്ല. ക്രിസ്റ്റി വിചാരിക്കും പെട്ടെന്ന് വേർപെടുത്താൻ പറ്റുമെന്ന്, പക്ഷെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന പണിയല്ല സർ. സാർ എനിക്ക് പറഞ്ഞ എമൗണ്ട് മാത്രം തന്നാൽ മതി. അവരെ വേർപെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞല്ലോ സർ, 3 മാസത്തെ സമയം, അതിനുള്ളിൽ ഞാൻ അവരെ എന്തായാലും വേർപെടുത്തിയിരിക്കും. അതെ, അവരെ വേർപെടുത്തിയിട്ടേ ആ കൊച്ചുണ്ടല്ലോ കല്ലുമോൻ, അവനെ എന്തായാലും കല്യാണിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം. കിരണിന് ഒരു ബാധ്യത ആവരുത്. അതിൻ്റെ കൊച്ചിൻ്റെ കാര്യമൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല സർ, എന്തായാലും അവർ രണ്ടിനും വേർപെടുത്തിയിരിക്കും. അല്ല, കൊച്ചിപ്പോൾ അമ്മയുടെ കയ്യിലും അച്ഛയുടെ കയ്യിലും ഇപ്പം ഇരുന്ന് എന്താ, കുഞ്ഞു കൊച്ചല്ലേ എന്ന് ക്രിസ്റ്റ് ചോദിക്കുമ്പോൾ, അത് ശരിയാവില്ല, കിരണിനെ എനിക്ക് വേണം, അവൻ ഒറ്റയ്ക്ക് തന്നെ മതി. എൻ്റെ മോളായിട്ട് അവൻ്റെ കല്യാണം നടത്തണം. അല്ല, സാറിനൊരു മോളല്ലേ ഉള്ളൂ, അവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് ക്രിസ്റ്റ് ചോദിക്കുമ്പോൾ, അതെ, അതൊരു ദുരന്ത കല്യാണമായിരുന്നു. സാർ എന്താ സാർ പറഞ്ഞു വരുന്നത്? എൻ്റെ മോളെ കല്യാണം കഴിച്ചത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡിനെയാണ്. ഓ, അപ്പൊ സാറിന് അബദ്ധം പറ്റിയല്ലേ എന്ന് ക്രിസ്റ്റി ചോദിക്കുകയാണ്. അതെ, അബദ്ധമല്ല, വലിയ അബദ്ധം, ഭൂലോക അബദ്ധം പറ്റി എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്റ്റി മനസ്സിൽ വിചാരിക്കുകയാണ്, ഓഹോ, അപ്പോ മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ അറിഞ്ഞു, ഏട്ടാ അവൻ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ. അതിനുശേഷം ക്രിസ്റ്റി പറയണ്ട, സാർ പേടിക്കണ്ട സർ, സാർ പറഞ്ഞ കാലയളവിന് മുമ്പിൽ തന്നെ ഞാൻ കിരണിനെയും കല്യാണം വേർപെടുത്തിയിരിക്കും. പിന്നെ സാർ ആഗ്രഹിച്ചപ്പോൾ തന്നെ എല്ലാം നടക്കും. എങ്കിൽ ശരി സർ, ഞാൻ പോയിക്കോട്ടെ എന്ന് പറയട്ടെ ക്രിസ്റ്റി അവിടെ നിന്ന് പോകാട്ടോ. രാഹുൽ ഓരോരോ സ്വപ്നങ്ങൾ കണ്ട് അങ്ങനെ തന്നെ അവിടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ കാർത്തികനെയാണ്. രണ്ടുപേരും കൂടി ഒരു ടെക്സ്റ്റൈൽസിൽ വന്നിരിക്കാട്ടോ. അച്ഛാ, അച്ഛൻ തന്നെ നല്ലൊരു സാരി സെലക്ട് ചെയ്യണം അമ്മക്ക് വേണ്ടിയിട്ടാ. അയ്യോ മോളെ, അതിന് അമ്മയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓ, അമ്മേനെ കാണുന്ന കാര്യമൊന്നുമില്ല അച്ഛാ, അമ്മ നല്ല വെളുത്തിട്ടാണ്, നല്ല പൊക്കവും ഒക്കെ ഉണ്ട്, പൊക്കത്തിനനുസരിച്ചുള്ള വണ്ണമുണ്ട്, അതിനനുസരിച്ചുള്ള സാരി ഏതാ വെച്ചാൽ അച്ഛൻ സെലക്ട് ചെയ്തോളൂ എന്ന് പറയാണ്. നമുക്ക് അങ്ങനെ കുറേ സാരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാർത്തിക് എല്ലാം സെലക്ട് ചെയ്തത് വെള്ളയും ഗോൾഡൻ കളർ സാരിയാണ്. പ്രകാശം പെട്ടെന്ന് തന്നെ ഒരു ഇടിവെട്ട് വയലറ്റ് സാരി എടുക്കും. മോളെ ഇതെങ്ങനെയുണ്ട്? കൊള്ളാം അച്ഛ, അച്ഛൻ സെലക്ട് ചെയ്തോ? അച്ഛൻ ഏത് സെലക്ട് ചെയ്താലും ഞാൻ അമ്മക്ക് ഇന്നത്തെ കൊറിയറിൽ തന്നെ അയക്കും. ഇന്ന് തന്നെ ആള് പോകുന്നുണ്ട് അമ്മക്ക് കൊടുക്കാനായിട്ട്, അതുകൊണ്ട് അച്ഛൻ ഏതാ സെലക്ട് ചെയ്തോ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് 2 സാരി സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ സെയിൽസ് ഗേളിനോട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാ? ഇതിന് 4500 സർ. അയ്യോ, 4500? അതൊന്നും പറ്റില്ല, ഒരു 15000 രൂപയുടെ സാരി എങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ വീണ്ടും വില കൂടിയ ഒരു സാരി എടുക്കുക കേട്ടോ. അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞിട്ട്, മോളുടെ അമ്മേനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയാണ്. അത് അച്ഛൻ കാണേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛാ, കാരണം ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കല്യാണത്തിനെ കണ്ടാൽ മതി. അതെന്താ മോളെ മോൾ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മോളുടെ അമ്മേനെ കാണുന്ന ആഗ്രഹമില്ലേ? അതെ, അതൊരു സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ അച്ഛാ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ കാണാൻ നല്ല മിടുക്കിയാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അച്ഛനെ ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് കിരണും അതുപോലെ തന്നെ കാദംബരിയും ദീപയും കൂടി പർച്ചേസിന് വേണ്ടി വരും കേട്ടോ. പെട്ടെന്ന് കിരൺ ഇവരെ കാണുമ്പോഴേക്കും കിരൺ അങ്ങനെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുവാണ്. അങ്ങനെ കാദംബരിയും അതുപോലെ തന്നെ ദീപയൊക്കെ തന്നെ ഇവരെ രണ്ടുപേരും കൂടി കാർത്തികനെയും പ്രകാശനെയും ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കാർത്തിക പ്രകാശനോട് പറയുന്നുണ്ട്, അച്ഛാ ദേ പുറകിലേക്ക് നോക്കിക്കേ എന്ന് പറയുമ്പോൾ പ്രകാശൻ നോക്കുമ്പോൾ കിരണും കാദംബരിയും അതുപോലെ തന്നെ ദീപയും വന്നിരിക്കുക കേട്ടോ. അതിനുശേഷം
നമ്മുടെ പ്രകാശൻ കിരണിനോട് ചോദിക്കുന്നുണ്ട്, കളിയാക്കണ പോലെ ചോദിക്കുന്നുണ്ട്, അല്ലടാ നിന്റെ ഭാര്യ ഡൽഹി പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഓ, ഡൽഹി പോയിട്ട് അവിടുത്തെ വല്ല പയ്യന്മാരുടെ തലയിലായിക്കാണോ അവള് എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ദീപ ചോദിക്കുന്നുണ്ട്, എന്നാലും എന്റെ കൊച്ചിന് എന്ത് പറ്റി? കൊച്ചു വലിയൊരു അബദ്ധമാണ് ഈ കാണിക്കണേ കേട്ടോ എന്ന് പറയുമ്പോൾ അത് ഞാൻ അങ്ങ് സഹിച്ചു എന്ന് കാർത്തിക പറയാണ്. അതിനുശേഷം നമ്മുടെ കിരൺ പറയണ്ടേ, നിങ്ങളുടെ മോളല്ലേ കല്യാണി, അവളെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. മോളോ? എനിക്ക് അങ്ങനത്തെ ഒരു മോളില്ല, എനിക്കിപ്പോ ഒരേ ഒരു മോളേ ഉള്ളൂ, ദേ ഈ നിൽക്കണ കാർത്തിക മോള് എന്ന് പറയാണ്. കാദംബരി പറയണ്ടേ, എന്റെ കൊച്ചേ, ദേ ഇയാളുണ്ടല്ലോ ലോക നുണയനാണ്, ഇയാളെക്കാളും നുണയനാണ് വിക്രം, അതിനേക്കാളും നുണച്ചിയാണ് ഇവരുടെ അമ്മുമ്മ. അതെ മോൾക്കൊക്കെ പിന്നെ കുറച്ചുകൂടെ മനസ്സിലാവും എന്ന് പറയുമ്പോൾ കാർത്തിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതിനുശേഷം പ്രകാശം കണ്ടു, ഇവരിവിടെ വന്നിരുന്നെങ്കിൽ നമുക്കിവിടെ ഡ്രസ്സൊന്നും എടുക്കണ്ടായിരുന്നു മോളെ, നമ്മളെ ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കുക, വിപുലമായിട്ട് ആഘോഷിക്കുക മോളെ, നമുക്ക് ഈ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഒന്നും വേണ്ട, നമുക്ക് അപ്പുറത്തെ ടെക്സ്റ്റൈൽസിൽ പോകാം എന്ന് പറഞ്ഞിട്ട് പ്രകാശം കാർത്തികനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുവാട്ടോ. കാർത്തിക അവിടുന്ന് പോകുമ്പോഴേക്കും എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട്. എന്റെ ചേട്ടന് കിരൺ, എന്റെ ചേച്ചി, അമ്മ എല്ലാവരും ഉണ്ട്, എല്ലാവരും എനിക്കൊന്ന് ഓണത്തിന് മുമ്പ് കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് കാർത്തികയുടെ മുഖം അപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കാണിക്കണത് വീണ്ടും നമ്മുടെ കാർത്തികേനെയാണ്. കാർത്തിക പ്രകാശനം എടുത്തു കൊടുത്ത ഡ്രസ്സൊക്കെ തന്നെ അമ്മേനെ ഏൽപ്പിക്കുക കേട്ടോ. ആ സമയത്ത് അമ്മ പറയണ, ആഹാ മോളിങ്ങോട്ട് എത്തിയോ, ആഹാ ഓണക്കോടിയൊക്കെ മേടിച്ചിട്ടല്ല വരുന്നത്, അമ്മ നോക്ക് എന്താണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അത് തുറന്നു നോക്കുമ്പോൾ ലക്ഷ്മിക്ക് ആ സാരി ഇഷ്ടപ്പെടില്ല കേട്ടോ. അയ്യേ മോളെ എന്താ എടുത്തിരിക്കുന്നത്, മോൾക്കറിയാലോ എനിക്ക് ഈ കളർ ഒട്ടും ഇഷ്ടമില്ലെന്ന്, എനിക്കിട്ട ചേരത്തുമില്ല, എനിക്ക് ഇഷ്ടമല്ല ഈ കളർ, മോൾ ഇങ്ങനത്തെ കളറൊന്നും സെലക്ട് ചെയ്യാത്തല്ലോ, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഇത് ഞാൻ സെലക്ട് ചെയ്തതല്ല, അമ്മയുടെ ഭാവി വരെ സെലക്ട് ചെയ്തതാ പ്രകാശൻ. അവൻ സെലക്ട് ചെയ്തതോ? അവൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഈ ഓണത്തിന് എന്നെ കൈ കൊണ്ട് തൊട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ചവിട്ടോട്ടൽ കൊണ്ട് ഇടുക കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, അമ്മേ എന്തായാലും അമ്മ ഈ ഡ്രസ്സ് സന്തോഷത്തോടെ മേടിച്ചെന്ന് ഞാൻ പറയുള്ളൂ, അതുപോലത്തെ ഒരു ഡ്രസ്സ് ഞാൻ അയാൾക്കും കൊടുക്കും, നമ്മുടെ ഉദ്ദേശമൊക്കെ വിചാരിച്ച പോലെ തന്നെ നടക്കണ്ടേ അമ്മേ എന്ന് പറയുമ്പോൾ അതെ അയാളുടെ മോനെ ഭയങ്കര സന്തോഷത്തില, MD കസേരയിൽ കയറി ഇരിക്കുകയാണല്ലോ, 3 പേരെയും ശമ്പളം ഇല്ലാണ്ട് പണിയെടുത്ത് കൊന്നോണ്ടിരിക്കുകയാണമ്മേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്ന് പറയുമ്പോൾ അത് വേണം മോളെ, അവരെ പണിയെടുത്ത് കൊല്ലണം നീ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാമേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാട്ടോ കാർത്തിക. അതിനുശേഷം പ്രകാശനെ കാണുന്നുണ്ട്, അതെ അച്ഛാ അമ്മക്ക് ഞാൻ സാരി കൊടുത്തിട്ടോ, കൊറിയറിലെ അമ്മക്ക് ഇപ്പൊ സാരി കിട്ടി, അമ്മനെ വിളിച്ചിരുന്നു, അമ്മക്ക് ഭയങ്കര സന്തോഷമായി എന്നാ പറയണത്, എന്നാലും മോളുടെ അമ്മേനെ എനിക്കിതുവരെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കെ തന്നെ നമ്മുടെ കാർത്തികയുടെ ഫോണിലേക്ക് ലക്ഷ്മി വിളിക്കാട്ടോ. ആ അമ്മേ പറ എന്ന് പറയുമ്പോൾ പ്രകാശ് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. കാർത്തിക് അതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഓക്കെ അമ്മേ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ആ അച്ഛാ അമ്മക്ക് സാരി ഒരുപാട് ഇഷ്ടമായി നമ്മൾ പറഞ്ഞത്, മോളെ ആ ഫോൺ നിന്റെ കൈ തരാൻ പാടില്ലേ, ഞാൻ മോളുടെ അമ്മയുടെ സൗണ്ട് ഒന്ന് കേട്ട് പോലില്ല, അതെ അച്ഛൻ ഇപ്പൊ ഭാവി വരനാണ്. ഭാവി വരനോ? അതെ എന്റെ അമ്മയുടെ ഭാവി വരൻ, അപ്പൊ അങ്ങനെ ഇങ്ങനെയൊന്നും അമ്മേനെ കാണാനോ സംസാരിക്കാനോ ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് കണ്ടാൽ മതി, അതെന്റെ നിർബന്ധമാണ്. അത് വല്ലാത്തൊരു വാശിയാണല്ലോ മോളെ, വാശിയെങ്കിൽ വാശി അച്ഛാ, അതിന്റെ ഒരു ആഗ്രഹമാണ് അച്ഛാ, പിന്നെ അച്ഛന്റെ രണ്ടാം ഭാര്യയുടെ അത്രയും സുന്ദരിയാണോ എന്റെ അമ്മയെന്ന് എനിക്കറിയില്ല കേട്ടോ. രണ്ടാം ഭാര്യയോ? മോളെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? സോറി മാറിപ്പോയതാ, അച്ഛന്റെ ഇപ്പത്തെ ഭാര്യ ഉണ്ടല്ലോ ദീപ, അവനിപ്പോ അച്ഛൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മ രണ്ടാം ഭാര്യയാണല്ലോ, അപ്പൊ അച്ഛൻ ആദ്യ ഭാര്യയാണെന്ന് കണക്ക് കൂട്ടുമല്ലോ, അപ്പൊ ദീപയാണല്ലോ രണ്ടാമത്തെ ഭാര്യ, അങ്ങനെയൊക്കെ പറഞ്ഞതാണ് അച്ഛൻ. ഓ അങ്ങനെ പറഞ്ഞാണ്, ഞാനൊന്ന് ടെൻഷനായി പോയി എന്ന് പ്രകാശം പറയാണ്. ആ സമയത്ത് നമ്മുടെ കാർത്തിക പ്രകാശിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാട്ടോ, തന്നെ ഞാൻ വെച്ചിട്ടുണ്ടോ, താൻ ചെയ്തു കൂട്ടിയതിനൊക്കെ തന്നെ ഞാൻ അനുഭവിപ്പിക്കോടോ എന്ന രീതിയിൽ നമ്മുടെ പ്രകാശനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.